ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു 5 ടിപ്സാണ്, 5 സിമ്പിൾ ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റായിട്ട് നമ്മൾ ഇതാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റൻസ് ഫ്രീ ആയിട്ടുള്ള, അതായത് ഡിസ്ട്രാക്ഷൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കണ്ടെത്തുക. അതായത് ഒരു ക്വയറ്റ് പ്ലേസ്, അതായത് നിങ്ങൾക്ക് മനസ്സിന് ക്വയറ്റായിട്ട് പീസ്ഫുള്ളായിട്ട് തോന്നുന്ന സ്ഥലം ഇതാക്കുക. അതായത് ഒരു കൃത്യമായ സ്ഥലം കണ്ടെത്തുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവണം. അതായത് ആ ഒരു ഗോളിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഗോളിനെ ചെറിയ ചെറിയ ടാസ്കുകൾ ആക്കിയിട്ട് നിങ്ങൾ അതിനെ നിറവേറ്റാൻ നോക്കുക. അതായത് ടൈം കൊടുത്ത് ഓരോന്നിനും ഡെഡ് ലൈൻ കൊടുത്ത് ഈ സമയത്തിനകം നമ്മൾ ഈ ടാസ്ക് ചെയ്യും എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. മൂന്നാമത്തത് പ്രംഡോറോ എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് 25 മിനിറ്റ് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് 25 മിനിറ്റ് നിങ്ങൾ വർക്ക് ചെയ്യുക ആൻഡ് 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അതിനുശേഷം ഒരു 4 മണിക്കൂറിൻ്റെ സൈക്കിളിന് ശേഷം നിങ്ങൾ 15 മുതൽ 30 മിനിറ്റ് വരെ ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അതിലൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവും. കുറേ സമയം ഒരു ടാസ്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡിന് അത് ബോറടിക്കും. ആ ബോറടി മാറ്റാൻ കുറച്ച് സമയം എൻ്റർടൈൻമെൻ്റ് ആകും. 25 മിനിറ്റ്സ് നിങ്ങൾ വർക്ക് ചെയ്യുക, 5 മിനിറ്റ്സ് നിങ്ങൾ തന്നെ ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ടിപ്പാണ്. ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് പോലെ ഇരിക്കാറില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഇതേക്കുറിച്ച് നമ്മൾ എല്ലാ വീഡിയോയിലും വിശദീകരിച്ച് വരുന്നതായതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ കേൾക്കേണ്ട കൂട്ടർ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുക. ഓക്കെ, പിന്നെ നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറയുന്നില്ല, പക്ഷെ കുറക്കുക. ആവശ്യത്തിലുള്ള ടാസ്കുകൾ ചെയ്യുക. ഒരുപാട് ടാസ്ക് ചെയ്താലും കൂടി തലയിൽ കയറിയിട്ട് ഒന്നിനും കോൺസെൻട്രേഷൻ കിട്ടില്ല, എല്ലാം കൂടി ഇടപെടലും പൊട്ടലുണ്ടാവും. അപ്പോൾ ഒന്നിനും ഫോക്കസ് ചെയ്യുക ആൻഡ് അതിന് മുന്നോട്ട് പോവുക. ആറാമത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യമാണ്. അതായത് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, കൃത്യമായിട്ട് ഫുഡ് കഴിക്കുക. ഇതിലൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. കൃത്യമായ എക്സസൈസ് ചെയ്തിട്ട് ബോഡിയെ ഫിറ്റാക്കി വെക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ശരീരമുള്ളവർക്ക് ഹെൽത്തി ആയിട്ടുള്ള മനസ്സുണ്ടാവും. ഹെൽത്തി ആയിട്ടുള്ള മനസ്സുള്ളവർക്ക് ഹെൽത്തി ആയിട്ട് ശരീരം ഉണ്ടാവും. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അത് ഇതൊക്കെ. പിന്നെ കൃത്യമായ ഉറക്കം, അതായത് 7 to 9 hours കൃത്യമായ ഉറങ്ങുക. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞാൽ നിങ്ങൾ മ്യൂസിക് കേൾക്കുക. അതായത് 6th ടിപ്പായിട്ട് കൂട്ടിക്കോ. നിങ്ങൾ കുറച്ച് പാട്ട് കേൾക്കുക, ആംബിയൻ മ്യൂസിക് കേൾക്കുക. അതായത് മ്യൂസിക്സ് നമ്മളെ മൈൻഡിനെ കാമാക്കും. പിന്നെ നിങ്ങൾ ഡീപ്പ് വർക്ക് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു സാധനത്തിന് വേണ്ടിയിട്ട് തന്നെ ഡീപ്പായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് കൂടുതൽ മണിക്കൂറുകൾ വർക്ക് ചെയ്യുക. കൃത്യമായ ബ്രേക്കൊക്കെ എടുത്ത് വർക്ക് ചെയ്തത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവരോടെ പിന്നെ ഈ വീഡിയോൻ്റെ ബാക്കിൽ കട എന്ന് വെച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഫാൻ്റെ കുഴപ്പമാണ്. അതിനോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റും. അത് മിണ്ടാണ്ടിരിക്കുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര ചൂട് കാലാവസ്ഥയായിട്ട് അതിനെ ഓഫാക്കി ഇടാനും പറ്റൂല. അപ്പോൾ ഇത്രയും സമയം വീഡിയോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, സാധാരണ എല്ലാവരും ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ സ്കിപ്പ് അടിച്ചിട്ട് പോകും. ഇതുവരെ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് കമൻറ്റിലേക്ക് ഇടാം, കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പം ഇനി അടുത്ത വീഡിയോ, ഈ വീഡിയോ ഒരു 10-30 ആണെങ്കിൽ കണ്ടാൽ ഞാനിടാം. കാരണം ഞാൻ എപ്പോഴും നോക്കുന്നത് നിങ്ങൾ റീച്ച് തരാതെപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇനി റീച്ച് നോക്കിയിരുന്നാൽ ഞാൻ എപ്പോഴും വീഡിയോ ഇടലുണ്ടാവില്ല. അതുകൊണ്ട് റീച്ചൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ എന്നും ചെറവള എന്നൊരു വീഡിയോ എടുത്തിടും. കാണാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടും. കാണാൻ സൗകര്യമുള്ളവർ കാണുക, കാണാൻ സൗകര്യമില്ലാത്തവർ കാണാതിരിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബ്ലാങ്ക് സ്ക്രീനായിരിക്കും ഈ ഭാഗത്ത്.